നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഇവിടെ ഇരിക്കുന്നത് മാക്സിമം നമ്മുടെ ഫേസ് പാക്കുകളും കാര്യങ്ങളും ഇടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു ഏരിയയിൽ ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നും അങ്ങനെ ഒരു ഫേസ് പാക്കാണ് കേട്ടോ. നിങ്ങൾക്കറിയാം എനിക്ക് DIY പാക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ പുറമേ നിന്ന് നമ്മൾ വാങ്ങുന്ന പാക്കുകളുണ്ടല്ലോ, അതായത് ഫേസ് പാക്കുകളിനെക്കാളും DIY ആയിട്ട് ചെയ്യുന്ന പാക്കുകളോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം കേട്ടോ. കാരണം എനിക്ക് അതാണ് കൂടുതൽ റിസൾട്ട് തന്നതായിട്ട് തോന്നിയിട്ടുള്ളതും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ പാക്കുകളൊക്കെ പരീക്ഷിക്കുന്നത്. എങ്ങനെയായാലും ഇനി എന്തൊക്കെ വന്നാലും ഡെയിലി ഒരു ഫേസ് പാക്ക് ഞാൻ എൻ്റെ മുഖത്ത് ഇടാറുണ്ട് കേട്ടോ. അതും കൂടുതലും ഈ നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ളതാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പേടിക്കാനില്ലല്ലോ. അപ്പോൾ ഇന്നും ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അത് ഞാൻ ചെയ്ത് പരീക്ഷിച്ചു, എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു പാക്കാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ ആകെ 2 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പാക്ക് ചെയ്യാനായിട്ട്. പക്ഷേ രണ്ടും പിന്നെ മിക്സ് ചെയ്യാനായിട്ടൊരു 2 സാധനങ്ങൾ വേണം കേട്ടോ. അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു പാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ സ്കിന്നിൽ നമ്മൾ മുഖത്ത് ഭയങ്കര കരിവാളിച്ചിരിക്കുന്ന ഒരു ടൈമാണെങ്കിലോ, ഇനി അല്ല ഭയങ്കര ഡള്ളായിട്ടൊക്കെ ഒന്ന് ഫീൽ ചെയ്യുന്ന ടൈമിൽ മുഖം നല്ല ഒരു ക്ലീൻ ആയപ്പോലും നല്ലൊരു ഫ്രഷ് ലുക്ക് വരുന്ന പോലെ, അതായത് നമ്മളിപ്പോൾ ഒരു ഫേഷ്യലൊക്കെ ചെയ്തിട്ട് ഇറങ്ങുമ്പം നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു ഗ്ലോയും ആ ഒരു ബ്രൈറ്റ്നസ് ഇല്ലേ, അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പാക്കാണ് ഇത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്കൊരു ബ്രൈറ്റ്നസ് വേണം എന്നുള്ളവർക്ക് ഈ ഒരു പാക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫേസൊക്കെ നമ്മളിങ്ങനെ മേക്കപ്പ് ഒക്കെ ഇടുന്നതിന് മുന്നേ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ആ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടണം. അങ്ങനെയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഭയങ്കര ടാൻ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്, അപ്പം നമുക്ക് ആ ടാനൊക്കെ ഒന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് മാറ്റണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാവേ. അപ്പോൾ നമ്മുടെ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് പയറുപൊടിയാണ് കേട്ടോ. പയറുപൊടി 1 സ്പൂൺ എടുക്കുക. നല്ല നൈസായിട്ട് പൊടിച്ച പയറുപൊടി നോക്കി എടുക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ 1 സ്പൂൺ നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ 1 സ്പൂൺ ഹണി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. അതായത് ഒന്ന് മിക്സായി വരാൻ ആവശ്യത്തിന് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് ഈ പാക്ക് ഇരിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലെടുക്കുന്ന പയറുപൊടി നല്ല രീതിയിൽ ഒന്ന് പൊടിയായിട്ട് ഉള്ള പയറുപൊടി നോക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ പാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. ഇങ്ങനെയാണ് ഈ പാക്ക് ഇരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ബീട്രൂട്ട് ഇപ്പോൾ ഭയങ്കര രസമാണ് മുഖത്തിട്ട് കഴിഞ്ഞാൽ സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനായിട്ട് ഭയങ്കര നല്ലതാണ് ബീട്രൂട്ട്. ഞാൻ ഇതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് നമ്മുടെ എന്തായിരുന്നു പയറുപൊടിയാണ് കേട്ടോ. പയറുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് കടലമാവിൽ, പൊതുവേ ഓയിലി സ്കിന്നിന് കടലമാവാണ് നല്ലത്, ഡ്രൈ സ്കിന്നിനാണ് പയറുപൊടി കുറച്ചും കൂടെ നല്ലതെന്നുണ്ട്. പക്ഷേ എനിക്ക് കടലമാവ് യൂസ് ചെയ്ത് ഇട്ടതിനേക്കാളും ഒരു ബ്രൈറ്റ്നസ് കിട്ടിയത് പയറുപൊടി യൂസ് ചെയ്തിട്ട് ഇത് ചെയ്തപ്പോഴാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രീംലി ഒരു ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെയാണ്, നിങ്ങൾക്ക് പിമ്പിൾസിൻ്റെ പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ റോസ് വാട്ടർ ഞാൻ യൂസ് ചെയ്തതിന് പകരം, അതായത് ഈ റോസ് വാട്ടറും ഹണിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേറെ ഇഷ്യൂസൊന്നും ഇല്ല, പാല് പ്രശ്നമില്ലെങ്കിൽ നമ്മുടെ പച്ചപ്പാൽ ഒഴിച്ചും ഇത് മിക്സ് ചെയ്യാം കേട്ടോ. അങ്ങനെയുണ്ടെങ്കിൽ ഹണിയും വേണ്ട, റോസ് വാട്ടറും വേണ്ട. നമ്മളിതിലിപ്പോൾ റോസ് വാട്ടർ എടുത്തിരിക്കുന്നത് സ്കിന്ന് കുറച്ചൊന്ന് ഡ്രൈ ആക്കും. അപ്പം ആ ഒരു മോയ്സ്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഹണി ചേർത്തിരിക്കുന്നത്. അതാകുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡ്രൈ ആവില്ല. പയറുപൊടി ചേർത്തിരിക്കുന്നതിൻ്റെ പേരിലും ഡ്രൈ ആവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്ന് ട്രൈ ചെയ്യുക. അതായത് ബീട്രൂട്ട് പൗഡറും പയറുപൊടിയും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ പച്ചപ്പാൽ യൂസ് ചെയ്ത് മിക്സ് ചെയ്താൽ മതി. ഹണി വേണ്ട കേട്ടോ. ഇനി അതല്ല, നിങ്ങൾക്ക് മുഖക്കുരുവിൻ്റെയൊക്കെ പ്രശ്നങ്ങളുള്ള ഒരാളാണ്, ഇടയ്ക്ക് മുഖക്കുരു വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടറും ഹണിയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തും ഇത് യൂസ് ചെയ്യാം. പക്ഷേ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കടലമാവ് ആക്കരുത് കേട്ടോ. ഈ ഒരു പയറുപൊടി തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്കിതെന്തായാലും മുഖത്തിട്ട് കൊടുക്കാവേ. അപ്പം നമുക്ക് എന്തായാലും ഈ പാക്ക് ഇടാവേ മുഖത്ത്. ഞാനിതിപ്പോൾ കഴുത്തിൻ്റെ സൈഡിൽ ഇടുന്നില്ല കേട്ടോ. കാരണം എൻ്റെ ഈ വെള്ള ഡ്രസ്സായതുകൊണ്ടാണ്. പിന്നെ ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയല്ലേ ഇടുന്നത്. നിങ്ങൾ ഇടുകയാണെങ്കിൽ ഇത് കഴുത്തിലും കൂടെ ഇടണം കേട്ടോ.
ഇട്ടിട്ട് കാണാം. പാക്കൊക്കെ ഞാൻ ദേ ഫുൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇടുമ്പോൾ കഴുത്തിലും കൂടി ഇടുക കേട്ടോ. ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ ദേ നാരൂനും ഇട്ട് കൊടുത്തത് ബോയ്സിനും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എന്തായാലും ഒന്ന് വൈപ്പ് ചെയ്ത് നോക്കാതെ. ഞാൻ ഇച്ചിരി വെള്ളം എടുത്തിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി അങ്ങ് പാക്ക് ഡ്രൈ ആക്കാനായിട്ട് വെക്കരുത് കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ മതിയേ. ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫാനിൻ്റെ മുമ്പിൽ പോയിരുന്ന് ഉണക്കാൻ നോക്കരുത് കേട്ടോ. അത് തനിയെ ഉണങ്ങണം കേട്ടോ, എങ്കിലാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുക. അത് പെട്ടെന്ന് ഇങ്ങനെ ഡ്രൈ ആവുന്നതിലല്ല കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ അടുത്തോട്ട് വെക്കാവേ. അപ്പോൾ മറക്കണ്ട, നിങ്ങളിത് ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി ഇടുക കേട്ടോ. ഇല്ലെങ്കിൽ രണ്ടും 2 കളറായിട്ട് ഇരിക്കും കേട്ടോ, മുഖവും കഴുത്തും. എന്തായാലും ഞാനിത് മൊത്തം തുടച്ചിട്ട് കാണിക്കാം കേട്ടോ, ഇല്ലെങ്കിൽ ശരിയാവില്ല, ഇവിടെ മൊത്തവും ആവും. അപ്പോൾ ദേ ഞാനത് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മുഖം കണ്ടാൽ തന്നെ അറിയാം, നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്, നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കാരണം ഭയങ്കര നല്ലതാണ് കേട്ടോ. നമ്മുടെ ഈ സ്കിന്നിൽ നമ്മൾ ഫേസ് മസാജ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ കാണുമ്പോൾ, നമ്മുടെ ഒരു ഫേസ് കാണുമ്പോഴേ ഭയങ്കരമായിട്ട് ഒരു രക്തയോട്ടമൊക്കെ വന്നിട്ട് നല്ലൊരു ബ്ലഷൊക്കെ ഇട്ട പോലൊക്കെ ഒരു ഗ്ലോയും നല്ലൊരു ഭംഗിയുള്ളൊരു ഫേസ്, നമുക്ക് ഒരു ഭംഗിയുള്ളൊരു എന്താ പറയുക, ഉള്ളിൽ നിന്ന് ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് അറിയില്ല. അതേപോലെ അതേ കണ്ടില്ലേ, ഇട്ട് കഴിയുമ്പോൾ തന്നെ എന്തോ ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നില്ലേ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, കാരണം അത്രയും നല്ലൊരു പാക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പലതും പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം, ആ ഒരു ബ്രൈറ്റ്നസ് എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ കാണുക. നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഞാനിത് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ പ്രോഡക്ട്സ് എല്ലാം ടാഗ് ചെയ്ത് കൊടുത്തേക്കാട്ടോ. നല്ല ബ്രാൻഡിൻ്റെ തന്നെ ബീട്രൂട്ട് പൗഡർ ആണെങ്കിലും അതേപോലെ തന്നെ പയറുപൊടിയൊക്കെ നല്ല ബ്രാൻഡിൻ്റെ നോക്കി വാങ്ങുക കേട്ടോ. വീട്ടിലൊക്കെ പൊടിക്കുകയാണെങ്കിൽ തന്നെ നല്ല കഴുകി ഉണക്കിയിട്ടൊക്കെ വേണം കേട്ടോ പയറുപൊടിയൊക്കെ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പുതിയതായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഈ യൂസ് ചെയ്ത 2 പ്രോഡക്റ്റിന് പകരമായിട്ട് എനിക്ക് കടലമാവ് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊന്നും ആരും ചോദിക്കരുത്. ഓൾറെഡി ഞാനത് ഈ വീഡിയോയിൽ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നതിലും നല്ലത് റോസ് വാട്ടറിൽ മിക്സ് ചെയ്യുന്നതാണ്. എനിക്ക് വരുന്ന ഡൗട്ട്സ് അതൊക്കെയാണ്, വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. വെള്ളത്തിൽ മിക്സ് ചെയ്ത ഈ ഒരു റിസൾട്ട് കിട്ടില്ല കേട്ടോ. ഇതിൽ ഓരോ ചേഞ്ചസും വരാതെ ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു നമ്മൾ കഴുകി കളയുമ്പോൾ ആ ഒരു ഡ്രൈനെസ് വരാതെ ആ ഒരു ഇപ്പോൾ എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്കറിയാം അത്ര ഡ്രൈ ആയിട്ടില്ല എൻ്റെ മുഖം. കാരണം ഞാനിതിൽ ഹണി ചേർത്തുകൊണ്ടാണ്. പകരം റോസ് വാട്ടർ മാത്രമായിരുന്നെങ്കിൽ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടിരുന്നേനെ കേട്ടോ. അപ്പം ആ ഒരു മോയ്സ്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹണി ചേർത്തത്. ഈവൻ ഇതിന് പകരം നിങ്ങൾ പാലാണ് യൂസ് ചെയ്യണമെങ്കിൽ പാലിൽ ഓൾറെഡി ആ ഒരു കൊഴുപ്പുള്ളത് കൊണ്ട് ആ ഒരു മോയ്സ്ചർ ഓൾറെഡി നിലനിൽക്കും കേട്ടോ. കുറച്ചും കൂടെ ബെറ്റർ പാലാണ്. പിന്നെ നിങ്ങൾക്ക് മുഖത്ത് കുരുപ്പൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് പാൽ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു സ്കിൻ ബ്രൈറ്റ് ആവാൻ ഏറ്റവും നല്ലത് പാൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.